ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ISL കിരീടം മോഹൻ ബഗാന് ഫൈനലിൽ ബംഗളൂരു FCയെ തോൽപ്പിച്ചു. ISL കിരീടം മോഹൻ ബഗാന് ഫൈനലിൽ ബംഗളൂരു FCയെ തോൽപ്പിച്ചു. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മാർച്ചിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം ശ്രേയസ് അയ്യർക്ക്. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം. ചൈനയുടെ ജു വെൻജുൻ ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ചൈനയുടെ ജു വെൻജുൻ ലോക വനിതാ ചെസ് ചാമ്പ്യൻ. ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലിനും പോൾവോട്ട് താരം ആർമാൻഡ് ഡ്യൂപ്ലാന്റിസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബെൽസിനും ലോറസ് പുരസ്കാരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ലിവർപൂൾ ചാമ്പ്യന്മാർ. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി നസ്രിയ നസീം റീമ കല്ലിങ്കൽ. ചലച്ചിത്രരത്നം പുരസ്കാരം വിജയ കൃഷ്ണൻ. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് ജഗദീഷ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025. മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായിക ഇന്ദു ലക്ഷ്മി. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി നസ്രിയ നസീം റീമ കല്ലിങ്കൽ. ചലച്ചിത്രരത്നം പുരസ്കാരം വിജയ കൃഷ്ണൻ. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് ജഗദീഷ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23-ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23-ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റായി SC റെൽഹാൻ ചുമതലയേറ്റു. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻഡ് ഹ്രസ്വ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻഡ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. സംസ്ഥാനത്തിൻ്റെ 50-ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A ജയതിലക് ചുമതലയേൽക്കും. സംസ്ഥാനത്തിൻ്റെ 50-ാമത്തെ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ A ജയതിലക് ചുമതലയേൽക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ. ആണവ അന്തർവാഹിനികൾക്കും
യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രൊജക്റ്റ് വർഷ എന്നാണ് പദ്ധതിയുടെ പേര്. ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായി ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രൊജക്റ്റ് വർഷ എന്നാണ് പദ്ധതിയുടെ പേര്. ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമാക്കിയ രാജ്യങ്ങൾ. വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ബൈജു ചന്ദ്രന്. കാട്ടാൽ പുരസ്കാരം കഥാകൃത്ത് ടി. പത്മനാഭന്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന്. മഹാകവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് സ്മാരക പുരസ്കാരം എഴുത്തുകാരിയായ ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് എന്ന നോവലിന്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോം മിത്രയെ വൈകാതെ ബഹിരാകാശത്ത് അയക്കും. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് മുന്നോടിയായി ഹ്യൂമനോയിഡ് റോബോട്ടായ വ്യോം മിത്രയെ വൈകാതെ ബഹിരാകാശത്ത് അയക്കും. ആഗോള കത്തോലിക്ക സഭയുടെ 266-ാം മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ആഗോള കത്തോലിക്ക സഭയുടെ 266-ാം മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യഥാർത്ഥ പേരാണ് ഹോർഹെ മാരിയോ ബെർഗ്ലോഗ്ലിയെ. ഈ മാർപ്പാപ്പയുടെ യഥാർത്ഥ പേരാണ് ഹോർഹെ മാരിയോ ബെർഗോഗ്ലിയെ. (1994) മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 1994 മുതൽ 2003 വരെ ISRO ചെയർമാനായിരുന്ന പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 2000 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയെ ലോക തിരശീലയിലെത്തിച്ച ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. മലയാള സിനിമയെ ലോക തിരശീലയിലെത്തിച്ച ചലച്ചിത്രകാരൻ ഷാജി എൻ കരുൺ അന്തരിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ്. പ്രശസ്ത കഥക് നർത്തകിയും നൃത്ത സംവിധായികയുമായ കുമുദി ലാഖിയ അന്തരിച്ചു. അന്താരാഷ്ട്ര പ്രശസ്തനായ ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അന്തരിച്ചു. തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന ദാരിപ്പള്ളി രാമയ്യ അന്തരിച്ചു. ലോകപ്രശസ്ത പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വാർഗാസ് യോസ അന്തരിച്ചു. 2010 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു.
ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്